നിങ്ങൾക്ക് വായ്നാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടോ? എങ്ങനെയാണ് വായ്നാറ്റം ഉണ്ടാവുന്നത്? നമ്മളുടെ വായില് വൃത്തിയാകാത്ത തരം അഴുക്കുണ്ടെങ്കില്, നമുക്ക് മോണരോഗം കാരണം സ്ഥിരമായിട്ട് മോണയില് ബ്ലഡ് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കില്, അതേപോലെ തന്നെ വായില് മുറിവുകൾ ഉണ്ടെങ്കില്, അടയ്ക്കാതെ കേടുകൾ സൂക്ഷിച്ച് നടക്കുന്നവരാണെങ്കിൽ അതിനുള്ളിൽ ഫുഡ് കുടുങ്ങിയിരുന്നിട്ട് അതിന്റെ ഒരു സ്മെൽ ഉണ്ടാവാറുണ്ട്. അതില് പൂപ്പൽ ബാധയുള്ളവര്, ടങ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാത്തവര്, ബ്രഷ് ചെയ്യുന്നവരുണ്ട്, ടങ് ക്ലീനിങ് കൃത്യമായിട്ട് ചെയ്യാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസില്, അതേപോലെ ത്രോട്ട് ഇൻഫെക്ഷൻസ്, ടോൺസിലൈറ്റിസ്, ഫരിഞ്ചൈറ്റിസ്, അതേപോലെ സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള ആളുകൾ, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ, അതായത് എപ്പോഴും ഇങ്ങനെ പുളിച്ചു തേട്ടൽ പോലെ വരുന്നവര്, നെഞ്ചരിച്ചുള്ളത്, ഗ്യാസ്ട്രിക് അൾസേഴ്സ് ഉള്ള ആളുകൾ, ഇവരിലെല്ലാം വായനാറ്റം കാണാറുണ്ട്. പിന്നെ എങ്ങനെയാണ് വായനാറ്റം ഉണ്ടാവുക? നമ്മൾ ചില ഫുഡ് സ്റ്റെപ്പുകൾ അറിയാം, ഉള്ളി കഴിച്ചു കഴിഞ്ഞാല് വെളുത്തുള്ളികൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ അവർക്കൊക്കെ ഉണ്ടാവും. പിന്നെ ഒബ്വിയസ്ലി മദ്യം ഉപയോഗിക്കുന്നവർക്ക്, പുകവലിക്കുന്നവർക്ക്, അതേപോലെയുള്ള മറ്റ് അനാവശ്യ സാധനങ്ങളുടെ ഉപയോഗമുള്ളവർക്ക്, ഇത്രയും പേർക്കാണ് വായനാറ്റം ഉണ്ടാകുന്നത്. ഇത് കൂടാതെ ഒരു വിഭാഗം ആൾക്കാരും കൂടെയുണ്ട്. അവരാണ് ഹാലിറ്റോസിസ് എന്നാണ് നമുക്ക് ഇതിന്റെ പേര്. സ്യൂഡോ ഹാലിറ്റോസിസ് ഉള്ള ആൾക്കാർ. എന്താണ് സ്യൂഡോ ഹാലിറ്റോസിസ്? എനിക്ക് വായനാറ്റമുണ്ടോ എന്ന് സംശയമുള്ള കുറച്ച് ആളുകൾ. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ ബുദ്ധിമുട്ടുള്ളവർ. വായനാറ്റം ഉള്ള ആളുകളെക്കാളും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന ആൾക്കാര്, മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവര്, അതേപോലെ തന്നെ സ്വന്തം പാർട്ട്ണറിന്റെ അടുത്തേക്ക് പോകാൻ വരെ മടിയുള്ള ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണാറ്. പുരുഷന്മാരും കുറവൊന്നുമല്ല. ഇതിനാണ് സ്യൂഡോ ഹാലിറ്റോസിസ് എന്ന് പറയാ. എനിക്ക് വായനാറ്റം ഉണ്ടോ? എന്റെ വായ മണക്കുന്നുണ്ടോ? ഇനി അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടാവോ? എന്റെ ശ്വാസം അവരെ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രയാസമാകോ? എന്നൊക്കെയുള്ള തോന്നലുകളാണ് ആക്ച്വലി. എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക വായനാറ്റം ഉണ്ടോന്ന്? നിങ്ങൾ ആഡുകളിലൊക്കെ കാണുന്നുണ്ടാവും അല്ലെ? നിങ്ങളുടെ തന്നെ ശ്വാസം കൈ അടുത്തേക്ക് പിടിച്ചിട്ട് ശ്വാസം വിട്ടിട്ട് നമുക്ക് ആ സ്മെല്ല് മൂക്കിലേക്ക് കിട്ടുന്ന ഒരവസ്ഥ. രണ്ടാമതുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തുപ്പല്, നമ്മളുടെ ഉമിനീര്, ഇതിനെ സ്മെല്ല് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. വായനാറ്റമുള്ളവരുടെ ഉമിനീരിന് അതേപോലെയുള്ള ഒരു സ്മെല്ല് ഉണ്ടാവും. ആ ഉമിനീരിന്റെ സ്മെല്ല് അറിയാൻ എന്ത് ചെയ്യാം? നമ്മളുടെ ശരീരത്തിൽ നമ്മളെ കയ്യിലോ അല്ലെങ്കിൽ വിരലിലോ എവിടെയെങ്കിലും നമ്മളുടെ ഉമിനീരാക്കി ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് സ്മെല്ല് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും നമുക്ക് വായനാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന്. അധികം സ്യൂഡോ ഹാലിറ്റോസിസ് പറയുന്ന ആളുകൾക്ക് പൊതുവെ വായനാറ്റം ഉണ്ടാവാറില്ല. ഇനിയും നിങ്ങൾക്ക് ഓവർ ബുദ്ധിമുട്ടോ സംശയമോ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് പരിഹാരം തേടാവുന്നതാണ്. താങ്ക് യു.